കൈകളും ഉയർത്തി എല്ലാവരും ഒരുമിച്ച് ആരാധന കർത്താവേ ആരാധന ആരാധന. കരമുയർത്തി സ്തുതിക്കുക മക്കളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യമായ ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ അങ്ങയെ ആരാധിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ ഈ ലോകം മുഴുവനിലും ദിവ്യകാരുണ്യമായി നിറഞ്ഞു നിൽക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ വലിയ ശക്തിയും രക്ഷയും വന്ന് നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ കൈകൾ കൂപ്പിക്കൊണ്ട് എല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച കർത്താവിലേക്ക് സമർപ്പിച്ച് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് നമ്മളെ എല്ലാവരെയും സമർപ്പിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ആത്മജ്വാല എന്ന ആത്മീയ ദിവ്യകാരുണ്യ ആരാധന വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ദിവ്യകാരുണ്യമായ ഈശോയുടെ സാന്നിധ്യവും വചനത്തിൻ്റെ അതിശക്തമായ സാന്നിധ്യവും നമ്മളെ എല്ലാവരെയും കർത്താവീശമിശിഹായിലേക്ക് കൂടുതൽ അടുക്കുവാനും ഈശോയെ അനുഭവിച്ചറിയുവാനും വരം നൽകും. അതിനായിട്ട് അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ ഇന്ന് കർത്താവ് നമുക്കായി നൽകുന്ന ദൈവവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 19 മുതലുള്ള ഏതാനും വചനങ്ങളാണ്. ആ വചനം മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെക്കേണ്ടത് എങ്ങനെയാണ്? നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ കർത്താവ് നമുക്കായി പരിഹരിച്ചു തരും. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ കർത്താവ് നമുക്കായി പരിഹരിച്ചു തരും. ഇനി നമുക്ക് ഈ വചനം കേൾക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 1:19 മുതലുള്ള തിരുവചനങ്ങൾ. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ജോസഫ് ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ നമ്മൾ കൃത്യമായി ഇതിൻ്റെ ഒരു വിശദീകരണം കൂടാതെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ജോസഫ് തുടക്കത്തിലെ സ്വന്തം ചിന്തയും ബുദ്ധിയും ആലോചനയും ഒക്കെ അനുസരിച്ച് ഒരു തീരുമാനമെടുത്തു. കാരണം ഈ മനുഷ്യൻ ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നത്, നേരിടുന്നത് ആദ്യമായിട്ടാണ്. വേറെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അത് പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ
സ്വന്തം ജീവിതത്തെയും ഭാവിയെയും തകിടം മറിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രശ്നത്തെ ആദ്യമായിട്ടാണ് ജോസഫ് കാണുന്നതും ഫേസ് ചെയ്യുന്നതും. എങ്ങനെ ഇതിനൊരു പരിഹാരം കാണുമെന്ന് ദിനരാത്രങ്ങൾ അദ്ദേഹം ചിന്തിച്ചു. അവസാനം തീരുമാനിച്ചതാണ് ഈ വചനത്തിൻ്റെ ആരംഭ ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. മറിയത്തെ ഉപേക്ഷിക്കാനായിട്ട്, രഹസ്യത്തിൽ ഉപേക്ഷിക്കാനായിട്ട്. ഇനി പ്രിയപ്പെട്ടവരെ, ഉടനെ തന്നെ നമ്മൾ ഇതിൻ്റെ മറ്റ് ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം, ജോസഫ് ദൈവത്തിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുന്നതായിട്ട് തന്നെ വിട്ടുകൊടുക്കുന്നു. ഇനി അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിലോ, ഞാൻ തീരുമാനിച്ചതാണ്, ഇതെൻ്റെ പേഴ്സണൽ കാര്യമാണ്, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തില്ലെങ്കിൽ ജീവിതം ആകെ കുഴഞ്ഞും മറിയും തകർന്നു പോകും എന്നൊക്കെ പറഞ്ഞ് ജോസഫ് തൻ്റെ സ്വന്തം ചിന്തയനുസരിച്ച് ചെയ്തിരുന്നെങ്കിലോ, ഇന്നാരെങ്കിലും ഈ ഭൂമുഖത്ത് ആരെങ്കിലും ജോസഫിനെ നീതിമാനായ വിശുദ്ധ യൗസേപ്പ് എന്ന പേരിൽ വിളിക്കുമായിരുന്നു? ഇത്രയേറെ ആദരിക്കുമായിരുന്നു, ബഹുമാനിക്കുമായിരുന്നു? മാത്രമല്ല, ഉണ്ണിയേശുവിൻ്റെ അപ്പനെന്നോ വളർത്തപ്പനെന്നോ ഒക്കെ ഉള്ള പേര് കിട്ടുമായിരുന്നു? ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. ഇനി ലോകരക്ഷകനായ ഈശോയുടെ അമ്മയുടെ ഭർത്താവ് എന്ന ആ വലിയ കാര്യം സംഭവിക്കുമായിരുന്നു. എല്ലാം നഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ ജോസഫ് സ്വന്തം തീരുമാനത്തെ മാറ്റി ഈ വലിയ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് കർത്താവിലേക്ക് അതിനെ വിട്ടുകൊടുത്തപ്പോൾ ഈശോ പറഞ്ഞതുപോലെ ജോസഫ് ചെയ്തു. അതിൻ്റെ പരിണിത ഫലം നമുക്കറിയാം എന്താണെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ അറിവ് കൊണ്ടും നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടും നമ്മുടെ പഠിപ്പ് കൊണ്ടും പരിഹരിക്കാൻ പറ്റാത്ത ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ കർത്താവിലേക്ക് വിട്ടുകൊടുക്കുക. ഈശോ നമുക്കായിട്ട് പരിഹാരം ഉണ്ടാക്കും, പരിഹാരം കാണിച്ചു തരും. അത് പക്ഷേ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലാണ്. നമുക്കൊരിക്കലും അങ്ങനെ ഒരു പരിഹാരം ഈ പ്രശ്നത്തിനുണ്ട് എന്ന് വിചാരിക്കാൻ പോലും പറ്റില്ല. അതല്ലേ ഇസ്രായേൽ ജനം ഈജിപ്തിലൂടെ കാനാൻ ദേശത്തേക്ക് പോകുന്ന സമയത്ത് ഒരു വേള അവർക്ക് വെള്ളമില്ല കുടിക്കാൻ. ലക്ഷക്കണക്കിന് ജനമാണ്, 10, 100, 1000 7 ലക്ഷത്തിലേറെ ജനമാണ് ഇങ്ങനെ നടക്കുന്നത്. അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, ഒന്നിനും വെള്ളമില്ല. അവരെല്ലാവരും കൂടെ മോശയ്ക്കും അഹ്റോനും എതിരായിട്ട് പെറുപിറുക്കുന്നത് നമുക്ക് കാണാം, അവരെ കുറ്റപ്പെടുത്തുന്നത് കാണാം. ആ സമയത്ത് മോശ പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ ചീത്ത പറയുന്നത്, ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത്? ഇത് ദൈവത്തോട് പറ. ദൈവം പറയുന്ന പോലെയാണ് ചെയ്തത്, അല്ലാതെ ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ചല്ല. ഉടനെ മോശയോട് ദൈവം പറഞ്ഞു, മോശ, നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ കരയുന്നത്? വിഷമിക്കണ്ട. ഇതേ മുന്നിൽ വലിയൊരു പാറ കാണുന്നില്ലേ, അങ്ങോട്ട് ചെല്ല്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യുന്നത്? ഒട്ടും വെള്ളമില്ല, ഒരു തരി വെള്ളം പോലും ഇല്ല. ആ നേരത്ത് നമ്മളോട് ഇതാ കായൽ കാണിച്ചിട്ട്, ആ കായൽ കണ്ടില്ലേ, 2 കിലോമീറ്റർ നടന്നാൽ മതി, അവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, കുടിച്ചോ എന്ന് പറഞ്ഞാൽ ശരിയാ. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു ചെറിയ കുളമെങ്കിലും കാണിച്ചിട്ട് അതിൽ നിന്ന് കോരി കുടിച്ചോ എന്ന് പറഞ്ഞാലും ശരിയാ. ദൈവം പറഞ്ഞതോ, ഇതേ വലിയൊരു പാറ, അങ്ങോട്ട് ചെല്ല്. മോശ സംശയിച്ചില്ല, ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. ആ പാറയുടെ അടുത്ത് ചെന്ന് പാറയിൽ വടികൊണ്ട് അടിച്ചതും കടലിലെ വെള്ളം പോലെയോ കായലിലെ വെള്ളം പോലെയോ കുത്തിയൊഴുകി ജലം പ്രവഹിക്കുന്നതും ചരിത്രമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മോശയ്ക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം വന്നപ്പോൾ മോശ നിരാശപ്പെടുകയല്ല ചെയ്തത്. മോശ അതിൻ്റെ പേരിൽ എല്ലാ തരത്തിലും പഴി പറയുകയല്ല ചെയ്തത്. നേരെ മറിച്ച് സ്വന്തം ബുദ്ധി അനുസരിച്ച് പ്രവർത്തിച്ച ആ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ടും പരിശ്രമിച്ചില്ല. അതിനൊക്കെ ഉപരിയായിട്ട് എന്ത് ചെയ്തു? ദൈവത്തോട് ചോദിക്കാം, ദൈവം പരിഹാരം കാണിക്കും, ദൈവം പരിഹാരം ഉണ്ടാക്കി തരുമെന്ന് വിശ്വസിച്ചു. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ ഇതുപോലെ
എങ്ങനെ പരിശ്രമിച്ചാലും മോശയ്ക്ക് ആ 7 ലക്ഷം ജനത്തിന് വെള്ളം കൊടുക്കാൻ പറ്റില്ല സ്വന്തം കഴിവ് ഉപയോഗിച്ച്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ നോക്കുക, ക്ഷണം നേരം കൊണ്ടല്ലേ, ഒരിക്കലും പരിഹാരമില്ല എന്ന് വിചാരിച്ച ആ വലിയ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായത് നിമിഷം നേരം കൊണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കടബാധ്യതയായിരിക്കും. കടമിങ്ങനെ കുമിഞ്ഞു കൂടുമ്പോൾ ഇനി എന്ത് ചെയ്യും, ഇതിനൊരു പരിഹാരം ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകളില്ലേ. നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് നോക്കുമ്പോഴാണ്, പ്രിയപ്പെട്ടവരെ, പരിശ്രമിക്കുമ്പോഴാണ് പരിഹാരം കാണാത്തത്. കർത്താവിൽ സമർപ്പിച്ചോ. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾക്ക് കർത്താവ് യേശുമിശിഹ പരിഹാരം ഉണ്ടാക്കിത്തരും. രോഗം വരുമ്പോൾ, വിട്ടുമാറാത്ത രോഗം, ക്യാൻസർ രോഗമാകാം, മറ്റേതെങ്കിലുമൊക്കെ മാരക രോഗമാകാം, ഇല്ലെങ്കിൽ വിട്ടുമാറാത്ത വിധത്തിലുള്ള പനിയോ ന്യൂമോണിയോ മറ്റേതെങ്കിലും രോഗമാകാം. ഈ കാലഘട്ടത്തിലാണെങ്കിൽ കോവിഡ് ബാധയാകാം. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ നിരാശപ്പെടുകയല്ല വേണ്ടത്, നമ്മൾ ആകെപ്പാടെ ഡിപ്രഷനിലേക്ക് പോവുകയല്ല വേണ്ടത്. നേരെ മറിച്ച് എല്ലാത്തിനും പരിഹാരം കാണിച്ചു തരാൻ കഴിവുള്ള ഒരു കർത്താവ് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ കർത്താവിലേക്ക് സമർപ്പിക്കുക. നമ്മുടെ ഏത് പ്രശ്നങ്ങളെയും, അതെത്ര ചെറുതാകട്ടെ എത്ര വലുതാകട്ടെ, കർത്താവിലേക്ക് സമർപ്പിക്കുക. ഈശോ പരിഹാരം കാണിച്ചു തരും. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് വിശന്നപ്പോൾ ആ വിശപ്പകറ്റാൻ മോശയ്ക്ക് സാധിച്ചില്ല. പക്ഷേ മോശ ദൈവത്തോട് പറഞ്ഞു, മന്ന എന്ന ഭക്ഷണം കൊടുത്തും കാടപ്പക്ഷിയെ കൊടുത്തും ഇസ്രായേൽക്കാരുടെ വിശപ്പകറ്റിയ ആ പ്രശ്നത്തിന് ദൈവമല്ലേ പരിഹാരം ഉണ്ടാക്കിയത്. ഇനി മരുഭൂമിയിലെ കൊടും ചൂടത്ത് ജനം മുഴുവൻ ഇങ്ങനെ ചൂടടിച്ച് വെയിൽ കൊണ്ട് ഉണങ്ങി കരിഞ്ഞ് പൊരിഞ്ഞു പോകും എന്ന വിധത്തിലായപ്പോൾ നമ്മൾ പറയാറില്ലേ, ഇത് ചിലപ്പം ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ ആയിപ്പോകും. അങ്ങോട്ട് മുട്ട പൊട്ടിച്ചിടുമ്പത്തേനും അതെങ്ങനെ പൊരിഞ്ഞു വരുന്ന പോലെ ജനം ആകെപ്പാടെ വെയിൽ കൊണ്ട് പൊരിയുകയാണ്. ആ ജനത്തിനൊക്കെ കൂടെ വേണ്ടിയിട്ട് മോശ സ്വന്തം ബുദ്ധിയിൽ ആലോചിച്ച് കുടയുണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? എന്നാൽ ഒരു 7 ലക്ഷം കുട ഉടനെ ഉണ്ടാക്കിയേക്കാം. നടക്കുമോ? സംഭവിക്കില്ല. മോശയ്ക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നത്തെ ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം എന്താ ചെയ്തേ? പകൽ മേഘസ്തംഭമായി, രാത്രി ദീപസ്തംഭമായി ഇസ്രായേൽ ജനത്തിന് മുകളിലൂടെ ദൈവം നടന്നില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കും നമുക്ക് സാധിക്കില്ല എന്ന്. ശരിയാണ്, നമുക്ക് സാധിക്കില്ല. പക്ഷേ നമ്മൾ വിചാരിക്കണം ദൈവത്തിന് സാധിക്കുമെന്ന്. അതും ശരിയാണ്, ദൈവത്തിന് സാധിക്കും. അപ്പം നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെ കർത്താവിലേക്ക് സമർപ്പിക്കുക. നമുക്കായിട്ട് ഈശോ എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും പരിഹരിച്ചു തന്ന് നമ്മളെ വഴി നടത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കാം. ഇന്ന് നമ്മൾ ശ്രവിച്ച ഈ വചനമുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിന് അതിശക്തമായ വിധത്തിൽ രൂപപ്പെടുത്താൻ കാരണമായി തീരും. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെ കർത്താവിലേക്ക് സമർപ്പിക്കുക. അവിടുന്ന് പരിഹരിച്ചു തരും. ജോസഫിന് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം കർത്താവ് പരിഹരിച്ചു കൊടുത്തു. മോശയ്ക്ക് പരിഹരിക്കാൻ പറ്റാത്ത 100 പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ ദൈവമായ കർത്താവ് പരിഹരിച്ചു കൊടുത്തു. മക്കളെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നമാകട്ടെ, കടബാധ്യതയാകട്ടെ, രോഗങ്ങളാകട്ടെ, പരീക്ഷകളാകട്ടെ, എന്ത് പ്രശ്നങ്ങളെയും, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ എന്തുമാകട്ടെ, കർത്താവിലേക്ക് സമർപ്പിക്കാം. നമുക്ക് ഈശോയിലേക്ക് സമർപ്പിച്ചിട്ട്, കർത്താവെ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചോ. തീർച്ചയായിട്ടും ദിവ്യകാരുണ്യമായ കർത്താവ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് യേശുമിശിഹ പരിഹാരം കാണിച്ചു തരും. 2 കരങ്ങളും തുറന്നു പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഉള്ളിലെ ഒത്തിരിയേറെ നീറുന്ന സങ്കടങ്ങൾ, വേദനകൾ,
നൊമ്പരങ്ങൾ എല്ലാം കർത്താവെ അങ്ങയോട് പറയാനായിട്ട് ഇതാ ഞങ്ങൾ വരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത 1000 പ്രശ്നങ്ങളുണ്ട് കർത്താവെ. കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗപീഠകൾ തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങൾ. ഇതാ കർത്താവെ, അതെല്ലാം തന്നെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൊന്നു തമ്പുരാനെ, ഈ ആരാധനാ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒന്നിന് പിറകെ മറ്റൊന്നായി വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും, നീറുന്ന എല്ലാ നൊമ്പരങ്ങളെയും കർത്താവിലേക്ക് കാഴ്ചവെക്കുന്നു. കരം ഉയർത്തുക മക്കളെ, കരമുയർത്തി ഉറക്കെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ എന്ന് ഒരുമിച്ച് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശക്തി വന്ന് നിറയട്ടെ, കർത്താവിന്റെ രക്ഷ വന്ന് നിറയട്ടെ, ഈശോയുടെ അനുഗ്രഹം കൊണ്ട് നിറയട്ടെ. വിളിച്ചുണരട്ടെ ഈശോയെ. ഉള്ളിലെ നീറുന്ന നൊമ്പരമൊക്കെയും കർത്താവെ കാഴ്ചയായി അർപ്പിക്കുന്നു. കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് എല്ലാവരും ചേർന്ന് ഉള്ളിലെ നീറുന്ന നൊമ്പരമൊക്കെയും കർത്താവെ കാഴ്ചയായി അർപ്പിക്കുന്നു. മക്കളെ, ഒരിക്കൽ കൂടി ഒരുമിച്ച് ആലപിക്കാം. ഉള്ളിലെ നീറുന്ന നൊമ്പരമൊക്കെയും കർത്താവെ കാഴ്ചയായി അർപ്പിക്കുന്നു. കൈകൾ കൂപ്പി കർത്താവിനെ തന്നെ നോക്കുക. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ ഈ സമൂഹത്തിൽ എന്തുമാത്രം ആളുകളാണ് ദാരിദ്ര്യ ദുഃഖത്തിൽ കഴിയുന്നവർ. ഈശോയെ, സാമ്പത്തികമായി വല്ലാതെ വിഷമിക്കുന്നവരുണ്ട്. സാമ്പത്തികമായി അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന ലക്ഷക്കണക്കിന് മക്കളുണ്ട്. ജോലി നഷ്ടപ്പെട്ടിട്ട്, കർത്താവെ, ഉള്ള ജോലി നഷ്ടപ്പെട്ട് ഇനി എങ്ങനെ കുടുംബത്തെ സംരക്ഷിക്കും, മക്കളെ പഠിപ്പിക്കും, ജീവിത പങ്കാളിയെ സംരക്ഷിക്കും, കുടുംബത്തെ മുന്നോട്ട് നയിക്കും എന്നൊന്നും അറിയാതെ അങ്ങേയറ്റം വിഷമിക്കുന്ന എന്തുമാത്രം കുടുംബങ്ങളാണുള്ളത്. എൻ്റെ പൊന്നു തമ്പുരാനെ, ഇങ്ങനെ ജോലി നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ വേദനിച്ച് മുന്നോട്ട് ജീവിക്കാൻ ഒരു വഴിയും കാണാതെ വിഷമിക്കുന്ന, ഉള്ളിൽ മുഴുവൻ 100 നൊമ്പരങ്ങളുമായിട്ട് കഴിയുന്ന അനേക ലക്ഷം മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ പരിശ്രമിച്ചിട്ട്, ഞങ്ങൾ ആലോചിച്ചിട്ട്, ഞങ്ങളുടെ ചിന്തകൾ കൊണ്ട്, ഞങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ട്, ഞങ്ങളുടെ പഠനങ്ങൾ കൊണ്ട് എത്ര പരിശ്രമിച്ചിട്ടും പരിഹരിക്കാൻ പറ്റാത്ത ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഈശോയെ ഇതാ ഈ ആരാധനാ സമയത്ത് അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ പൊന്നു തമ്പുരാനെ, അങ്ങ് തന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണിച്ചു തരണമേ. ഞങ്ങൾ ഉറപ്പായും വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് പറ്റാത്ത ഏത് പ്രശ്നങ്ങളും അങ്ങേക്ക് അത് പരിഹരിച്ചു തരാൻ പറ്റുമെന്ന്. ഈശോയെ, ജോലി നഷ്ടപ്പെട്ടവർക്ക് ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. ദാരിദ്ര്യ ദുഃഖത്തിൽ കഴിയുന്നവരെ അതിൽ നിന്ന് രക്ഷിക്കണമേ. മക്കളെ, 2 കരങ്ങൾ ഉയർത്തുക. കർത്താവ് നമുക്കായിട്ട്, നമ്മൾ ഇന്ന് നേരിടുന്ന ഈ പ്രശ്നത്തെ നമുക്കായിട്ട് ഈശോ പരിഹരിച്ചു തരും. 2 കരങ്ങൾ ഉയർത്തി നമ്മുടെ ഉള്ളിലെ നീറുന്ന 100 നൊമ്പരങ്ങളെ, സങ്കടങ്ങളെ ഒക്കെ കർത്താവിലേക്ക് സമർപ്പിക്കാം. എന്നിട്ട് ഉറക്കെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ എന്ന് കരമുയർത്തി, സ്വരമുയർത്തി ഉറക്കെ വിളിക്കുക. സർവശക്തിയോടെ വിളിച്ചുകൊള്ളുക. കർത്താവ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഈശോയെ, നീറുന്ന നൊമ്പരമൊക്കെയും ഈശോയെ കർത്താവെ കാഴ്ചയായി അർപ്പിക്കുന്നു. കൈകൾ യാചനാരൂപത്തിൽ പിടിച്ച് ഉള്ളിലെ നീറുന്ന നൊമ്പരമൊക്കെയും കർത്താവെ കാഴ്ചയായി അർപ്പിക്കുന്നു. കൈകൾ കൂപ്പാം. എൻ്റെ കർത്താവേ, എന്തുമാത്രം മാതാപിതാക്കളാണ് മനസ്സിൽ, ഉള്ളിൽ മുഴുവൻ നീറുന്ന നൊമ്പരങ്ങളുമായിട്ട് ജീവിക്കുന്നത്. മക്കളെക്കുറിച്ചുള്ള നൊമ്പരങ്ങൾ. വളർന്നു വരുന്ന മക്കൾ
ചിലപ്പോഴൊക്കെ മദ്യത്തിന്, ലഹരികൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ പേരിൽ ഉള്ളിൽ മുഴുവൻ വലിയ സങ്കടങ്ങളും നൊമ്പരവുമായിട്ട് ജീവിക്കുന്ന എന്തുമാത്രം മാതാപിതാക്കളാണ് ഇന്ന് ഞങ്ങളുടെ ഈ നാട്ടിലുള്ളത്. ഈശോയെ മക്കളോട് എത്ര പറഞ്ഞാലും അനുസരിക്കുന്നില്ല, എങ്ങനെയൊക്കെ ഉപദേശിച്ചാലും അനുസരിക്കുന്നില്ല. അവർ പലപ്പോഴും മോശമായ കൂട്ടുകെട്ടുകളിൽ ചെന്നുപെട്ട് ലഹരികൾക്ക് അടിമപ്പെടുന്നു. ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതത്തെ, കുടുംബത്തെ, ഭാവിയെ നശിപ്പിച്ച് കളയുന്നത് കാണുമ്പോൾ ഉള്ളിൽ മുഴുവൻ നീറുന്ന നൊമ്പരങ്ങളുമായിട്ടാണ് കർത്താവെ മാതാപിതാക്കൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അവരെക്കുറിച്ച് ഓർത്തുള്ള ഉത്കണ്ഠ, സങ്കടങ്ങൾ, വേദനകൾ, ഈശോയെ തെറ്റായ സ്നേഹബന്ധങ്ങളിൽ ചെന്നുപെട്ടിട്ട് ജീവിതം അപ്പാടെ നശിപ്പിച്ച് കളയുന്ന മക്കളെ ഓർത്തിട്ട് കരഞ്ഞ് ഉള്ളും മുഴുവൻ നീറിക്കൊണ്ട് ജീവിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ആ മാതാപിതാക്കൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത എല്ലാ പ്രശ്നങ്ങളും അങ്ങേക്ക് സാധിക്കുമെന്ന്, പരിഹരിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ, ഈ ആരാധന സമയത്ത് അങ്ങനെയുള്ള എല്ലാ മാതാപിതാക്കളുടെയും ഉള്ളിലെ നൊമ്പരങ്ങളെ സമർപ്പിക്കുന്നു. മക്കളെ തിന്മയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണമേ, നന്മയിലേക്ക് തിരികെ കൊണ്ടുവരണമേ. മദ്യത്തിന്, മയക്കുമരുന്നിന്, ലഹരികൾക്ക് അടിപ്പെട്ട് ജീവിക്കുന്നവർ, തെറ്റായ ജീവിത മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവരെ അതിൽ നിന്നൊക്കെ രക്ഷിച്ച് തിരികെ കൊണ്ടുവരണമേ. ഈശോയെ, ഉള്ളിലെ നീറുന്ന നൊമ്പരങ്ങളെ ഇതാ കാഴ്ചയായി സമർപ്പിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തുക, ഇരു കരങ്ങൾ ഉയർത്തുക മക്കളെ, ഇരു കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് ഉറക്കെന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. കർത്താവ് ഇന്ന് നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കും, നമ്മളെ രക്ഷിക്കും. ഈശോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണിച്ചു തരും. കരമുയർത്തി, സ്വരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, ഉള്ളിലെ നീറുന്ന നൊമ്പരമൊക്കെയും കർത്താവെ കാഴ്ചയായി അർപ്പിക്കുന്നു. എല്ലാവരും ചേർന്ന് ഉള്ളിലെ നീറുന്ന നൊമ്പരമൊക്കെയും ഈശോയേ, കർത്താവെ കാഴ്ചയായി അർപ്പിക്കുന്നു. മുട്ടുകൾ കുത്തിക്കൊണ്ട് ഉള്ളിലെ നീറുന്ന നൊമ്പരമൊക്കെയും കർത്താവെ കാഴ്ചയായി അർപ്പിക്കുന്നു. രണ്ട് കരങ്ങളെ യാചനാ രൂപത്തിൽ പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ കർത്താവ് പരിഹരിച്ചു തരും. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെ ഈശോ പരിഹരിച്ചു തരും. കരങ്ങൾ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങയെ ആരാധിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യ